ജീവിതകാലം മുഴുവൻ ഒരു പങ്കാളിയോടൊപ്പം മാത്രം ഇണചേരുന്നവയായാണ് പെൻഗ്വിനുകളെ കണ്ടിരുന്നത്. എന്നാൽ പെൻഗ്വിനുകൾക്കിടയിൽ വേർപിരിയൽ കൂടിയെന്നും പങ്കാളികളിൽ തൃപ്തരല്ലാത്തവർ പുതിയ പങ്കാളികളെ തേടി പോകുന്നുവെന്നുമാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. എക്കോളജി ആൻഡ് എവല്യൂഷൻ ജേണലിലാണ് പുതിയ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരു ദശാബ്ദ കാലമെടുത്താണ് ഗവേഷകർ ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ഫിലിപ്പ് ദ്വീപിലുണ്ടായിരുന്ന 37,000 ചെറിയ പെൻഗ്വിനുകൾക്കിടയിലെ 13 ബ്രീഡിംഗ് സീസണുകളിലായാണ് നിരീക്ഷണം നടത്തിയത്. അതിൽ നിന്നും പെൻഗ്വിനുകളിൽ വേർപിരിയൽ സാധാരണമാണെന്നും അവർ മികച്ച പങ്കാളികൾക്കായി ദീർഘകാലയളവ് തന്നെ കാത്തിരിക്കാറുണ്ടെന്നും പഠനം വ്യക്തമാക്കുന്നു. ഭക്ഷ്യക്ഷാമം, അതോടൊപ്പം തന്നെ അസ്ഥിരമായ ആവാസ വ്യവസ്ഥ എന്നിവ ദീർഘകാല ബന്ധങ്ങളെ എങ്ങനെയാണ് തകർക്കുന്നതെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് പെൻഗ്വിനുകളുടെ വേർപിരിയലെന്ന് മൊണാഷ് സർവകലാശാലയിലെ ഇക്കോഫിസിയോളജി ആൻഡ് കൺസർവേഷൻ ഗവേഷണ ഗ്രൂപ്പിന്റെ തലവനായ റിച്ചാർഡ് റെയ്ന പറയുന്നു. പെൻഗ്വിനുകളുടെ പങ്കാളി മരിച്ചാൽ ഇണയ്ക്ക് ജീവനോടെ ഇരിക്കാനാകില്ലെന്നും അവ ആത്മഹത്യ ചെയ്യുമെന്നുമാണ് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന കണ്ടന്റുകൾ. എന്നാൽ ഇതിനെ മാറ്റിക്കുറിക്കുന്നതാണ് പുതിയ പഠനം. ഇതുപ്രകാരം പെൻഗ്വിനുകളുടെ ജീവിതത്തിലും പ്രണയ സങ്കീർണതകളുണ്ടെന്ന് വ്യക്തമാവുകയാണ്. പെൻഗ്വിനുകളുടെ വേർപിരിയൽ നിരക്കിലെ ആശ്ചര്യകരമായ വർധന ഗവേഷകരെയും വന്യജീവി പ്രേമികളെയും വരെ അത്ഭുതപ്പെടുത്തുകയാണ്. ഫിലിപ്പ് ദ്വീപിലെ ചെറിയ പെൻഗ്വിനുകളെക്കുറിച്ചുള്ള ഈ ഗവേഷണം പക്ഷിയിനങ്ങളുടെ സാമൂഹിക രീതിയെക്കുറിച്ച് നിർണായകമായ ധാരണ നൽകുന്നുവെന്നും പെൻഗ്വിനുകളെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും ഗവേഷകർ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.